ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി 2-3 വർഷത്തിനുള്ളിൽ 70-80% സ്റ്റാർട്ടപ്പ് വിൽ ഫെയിൽ എന്നുള്ളതാണ്. അതിനുള്ള റീസൺ 60% റീസൺ ഫൗണ്ടേഴ്സ് ഡിസ്പ്യൂട്ടുകളാണ് എന്നും പറയുന്നുണ്ട്. സോ സാധാരണ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ക്ലാസ്മേറ്റ്സ് ഒക്കെയാണ് സ്റ്റാർട്ടപ്സ് തുടങ്ങാം. ഒരു കോമൺ നമ്മളെ ഒരു ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് അല്ലെങ്കിൽ അത് ലീഗലൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ പറയാറുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത് വി ട്രസ്റ്റ് ഈച്ച് അതർ, അതുകൊണ്ട് വി ഡോണ്ട് നീഡ് ദീസ് കൈൻഡ് ഓഫ് എഗ്രിമെന്റ്സ് എന്നുള്ളതാണ്. പക്ഷേ ഇഫ് യു ഹാവ് എ ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് ദാറ്റ് വിൽ ആക്ട് ആസ് യുവർ ഇൻഷുറൻസ് പോളിസി ഫോർ യുവർ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ യു ഷുഡ് ഹാവ് എ ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് ഇഫ് യു വാണ്ട് ടു ഹാവ് എ ലോങ് ടേം ജേർണി ഇൻ യുവർ സ്റ്റാർട്ടപ്പ്. നമുക്ക് ഒരു കമ്പനി ആണെങ്കിൽ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള ഇക്വിറ്റി ഷെയറിങ് എങ്ങനെയാണ്, വെസ്റ്റിംഗ് ഓഫ് ഷെയർസ് ഉണ്ടോ, അല്ലെങ്കിൽ മാനേജ്മെന്റ് റോൾ എന്തായിരിക്കും, ഓരോളുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും, എക്സിറ്റ് സ്ട്രാറ്റജി എന്തായിരിക്കും എന്നുള്ളതും അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് വരുന്ന ഒരു ട്രിഗറിങ് പോയിന്റ് കോമ്പീറ്റിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ കോമ്പീറ്റിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിൽ ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, ഒരു പാർട്ട്ണർക്ക് ഇറ്റ്സ് വെരി ഈസി ഫോർ ഹിം ടു സ്റ്റാർട്ട് എ ന്യൂ സെയിം ബിസിനസ് വിത്ത് എ ന്യൂ നെയിം. ഒബ്വിയസ്ലി അവിടെ ഡിസ്പ്യൂട്ട് വരും. അപ്പോൾ അതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഇഫ് യു ഹാവ് എ ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ്, ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഇൻഷുറൻസ്.